ഹലോ ഗൈസ്. എബ്രഹാം ഓസ്ലർ ജയറാമേട്ടനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലറിന്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 11 റിലീസ് വരുന്നത്. നമുക്ക് ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ വരുന്ന ഒരു 90s കിഡ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്, 92 to 2000 ആ ഒരു കാലഘട്ടം. അതിൻ്റെ പുറത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫാമിലി മാൻ ആയിരുന്നു, ജനപ്രിയ നടൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തിയ മറ്റൊരു നടൻ വേറെ ഉണ്ടോ ആ കാലഘട്ടത്തിൽ നിന്ന് സംശയമാണ്. അത്ര ഗംഭീരമായ സിനിമകളായിരുന്നു അദ്ദേഹം തന്നുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയാണ് ശരിയാണെങ്കിൽ കഥാനായകൻ, അതേപോലെ കൊട്ടന വീട്ടിൽ അപ്പൂട്ടൻ, പിന്നെ രാജസേനൻ സാറിൻ്റെ ഒരുപാട് സിനിമകൾ, ഒരു 10-13 സിനിമകളൊക്കെ ഗംഭീര ഹിറ്റുകളായിരുന്നു. ആദ്യത്തെ കൺമണി, ഇങ്ങനെ ഒരുപാട് സിനിമകൾ, മേലെ പറമ്പിലാണ് വീട്, ഇതൊക്കെ പറയാതെ പറയാൻ പറ്റില്ല, അത്രയും ഗംഭീര സിനിമകളായിരുന്നു. അങ്ങനെ ഒരു നടൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഇറങ്ങി, പക്ഷേ ഒരു തരത്തിലും പ്രേക്ഷകർ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളായിരുന്നില്ല, അങ്ങനത്തെ റോളുകളായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നമ്മൾ മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, കുടുംബ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ, ഓസ്ലർ എന്ന സിനിമ, വളരെയധികം ഡിഫറെൻറ്റ് ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. ജയറാമേട്ടൻ ഇതുപോലെ ഒരു റോൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സംവിധായകനായ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് തന്നെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്നലെ രാത്രി 7:30 റിലീസായിട്ടുണ്ട്. അതിലൊരു ഗസ്റ്റ് റോൾ ഒരു താരം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏതായാലും ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അതിന് മുന്നേ കുറേ സിനിമകളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതുവരെ തോന്നിയത്. നല്ലൊരു ഗ്രേ ഷെയ്ഡ്, ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം കഴിഞ്ഞ റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ഫിനിക്സിൻ്റെ പ്രൊമോഷൻ സമയത്താണ് തോന്നുന്നു പറയുകയുണ്ടായി, ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ സിനിമ ജയറാമേട്ടന് വേണ്ടി തന്നെ എഴുതിയൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിടിച്ചിട്ട് ജയറാമേട്ടന് തന്നെ കണ്ടിട്ട് ഇത് ചെയ്യാത്തൊരാൾ, ഇതുപോലെ ഒരു റോൾ ചെയ്യാത്തൊരാൾ ചെയ്യുമ്പോൾ ഈ കഥയ്ക്ക് ഒരു പുതുമ ഉണ്ടാവും എന്ന രീതിയിൽ അദ്ദേഹം ഒരു റീസെൻറ്റ് ഫിനിക്സിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെ ഒരു വോയിസ് ഓവർ ആട്ടോ. ഇത് 5ാം പാതിരയുടെ ലെവലിലേക്ക് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സായികുമാറിന്റെ വോയിസ് വേറെ ആരോ ഡബ് ചെയ്ത പോലെ. ഫ്ലാഷ് ബാക്ക് എന്തായാലും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ജഗദീഷ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 5ാം പാതിര ടച്ച് തോന്നുന്നുണ്ട് കേട്ടോ. കേട്ടോ നമ്മുടെ സിദ്ദിഖിന്റെ. മമ്മൂക്ക, ഓസ്ലർ, മിഥുൻ മാനുവൽ തോമസ്. യെസ്, ഒരു ഗംഭീര ട്രെയിലർ തന്നെയാണ്, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പെക്ടേഷൻ അത് മീറ്റ് ചെയ്യുന്ന തോന്നുന്നു. എന്തായാലും പ്രോമിസിങ് ട്രെയിലർ തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഡിസംബർ റിലീസ് വരേണ്ടിരുന്ന സിനിമയായിരുന്നു. നേര്, സലാർ, ഇതുപോലെ സിനിമകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റിവെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇതിലൊക്കെ പറയേണ്ട ഒരു കാര്യം, ജയറാമേട്ടൻ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവനെയാവും എന്ന് പ്രോമിസിങ് എന്ന തരത്തിൽ തന്നെയാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ആ വോയിസ് ഓവർ, ഡെവിൾസ് ആൾട്ടർനേറ്റീവ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ ആ സൗണ്ട് നമുക്ക് പെട്ടെന്ന് ഈ മലയാളികൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന സൗണ്ട്, ഗംഭീരമായിട്ട് ആ ഒരു വോയിസ് ഓവർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ട്രെയിലർ റിലീസായതായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി, ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ
ത്രൂ ഔട്ട് ഒരു 90% ആൾക്കാരും മമ്മൂക്കയുടെ ആ വോയിസ് ഓവറിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും ഇതൊരു മമ്മൂക്കയ്ക്ക് എന്തായാലും ഒരു ചെറിയൊരു സ്ക്രീൻ സ്പേസ് തന്നെ ആയിരിക്കും ഉണ്ടാവും. അതിന് സമയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഒരു 99% ജയറാം സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫിനിക്സിൻ്റെ ആ ഒരു പ്രൊമോഷനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പക്ക ജയറാമേട്ടൻ്റെ ഒരു ഗംഭീര ഒരു മാസ് ക്രൈം ത്രില്ലർ പരിപാടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക അതിനകത്ത് വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല നെഗറ്റീവ് ഒരു വില്ലൻ റോളാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമൻസിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജനുവരി 11th വരെ. എന്തായാലും അടിപൊളി ഒരു സിനിമ തന്നെയായിരിക്കും. പ്രോമിസിങ് ട്രെയിലർ തന്നെയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ജനുവരി 11th തിയേറ്ററിൽ കാണാം. അണ്ടിൽ ദാൻ